ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മോശയെ ദൈവം വിളിച്ചു. മോശയെ ദൈവം മിദ്യാന്യ മരുഭൂമിയിൽ ആട് മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മോശയെ വിളിച്ചത്. മോശെ മിസ്രൈമിൽ രാജസന്നിധിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ മിദ്യാന്യ മരുഭൂമിയിലേക്ക് മോശയ്ക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. മിദ്യാന്യ മരുഭൂമിയിൽ ആടുകളെ മേച്ച് ഒരാട്ടിടയനായി ആ മരുഭൂമിയുടെ ചൂടും പൊടിക്കാറ്റും ഒക്കെ ഏറ്റ് ഒരു പ്രതീക്ഷയില്ല എന്നുള്ള നിലയിൽ അങ്ങനെ കഷ്ടതയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ മരുഭൂമിയിൽ അങ്ങ് മരിച്ചു തീരണം എന്നുള്ള ഒരു അനുഗ്രഹവുമില്ലാത്ത അവസ്ഥയിലാണ് മോശയെ ദൈവം വിളിക്കുന്നത്. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനായിട്ട് മോശയോട് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞ് മോശയെ ദൈവം വിളിച്ചു. പിന്നീട് മോശയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത്ഭുതകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് അതിലേക്കാണ് മോശയെ ദൈവം വിളിക്കുന്നത്. വലിയൊരു ജനസമൂഹത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിൻ്റെ നായകനായി അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അനേകം അടയാളങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മോശയുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിച്ച് അങ്ങനെ വലിയൊരു അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഈ മരുഭൂമിയിൽ അങ്ങനെ ഒരനുഗ്രഹവുമില്ല എന്ന് കരുതി ജീവിച്ചിരുന്ന മോശയെ ദൈവം വിളിക്കുന്നത്. പിന്നീട് കാണാൻ കഴിയുന്നത് ആ മരുഭൂമിയുടെ യാത്രയിലൊക്കെയും മോശ ഈ അനുഗ്രഹത്തിൻ്റെ ജീവിതമല്ല എന്ന നിലയിൽ പറയുവാനിടയായിട്ടില്ല. അനേക പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും തന്നെ വിളിച്ച വിളി അനുഗ്രഹത്തിലേക്കാണ് എന്ന ബോധ്യം മോശയുടെ അവസാനത്തോളം മോശെ പുലർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ നോക്കുക. ഇസ്രായേൽ ജനത്തിന് എപ്പോഴും പരാതിയായിരുന്നു. അവർക്ക് കാടപ്പക്ഷിയുടെ ഇറച്ചിയുള്ളൂ, മറ്റിറച്ചികളില്ല, വെള്ളത്തിന് കുറവുണ്ട്. അവർ ഈ മരുഭൂമിയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു അനുഗ്രഹവും മരുഭൂമിയിലില്ല. ഞങ്ങൾ ആ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് സുഖമായിരുന്നത്. ഇവിടെ ഉള്ളിയില്ല, വെജിറ്റബിൾസ് ഇല്ല. അങ്ങനെ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹത്തിലൂടെ വഴി നടത്തിയപ്പോഴും മോശ ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിന് ഇടയായില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെയും വിളിച്ചു. മോശയുടെ ഒരു സാഹചര്യത്തിൽ, ഭൗതികമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മീകമായി അങ്ങനെ മരുഭൂമിയുടെ ഒരവസ്ഥയിൽ നിന്ന് ദൈവമില്ലാതെ, ദൈവത്തോട് ബന്ധമില്ലാതെ അങ്ങനെ ഇരുന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ വിളിച്ച് അത്ഭുതകരമായിരിക്കുന്ന ഒരു യാത്രയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത എങ്ങനെയാണ്? മോശയെ പോലെയാണോ അതോ ഇസ്രായേൽ ജനത്തെ പോലെയാണോ? മരുഭൂമിയിൽ മോശയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതല്ല, മരുഭൂമിയുടേതായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും മോശ അവസാനത്തോളം തൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ്, തൻ്റെ വിളിയുടെ ആ മഹത്വം മോശ വിട്ടുകളഞ്ഞില്ല. അതുപോലെയാണോ അതോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഇരുന്ന് രക്ഷിക്കപ്പെട്ട നമ്മൾ ചിലപ്പോൾ 5, 10, 15 അല്ലെങ്കിൽ 20, 30 വർഷങ്ങളൊക്കെ ആയവരായിരിക്കാം. ഈ കാലത്തിൻ്റെ ഇടയിൽ ഈ പരിചയം നമ്മൾ ഇസ്രായേൽ ജനത്തെ പോലെ ആക്കി തീർത്തോ അതോ മോശയെ പോലെ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട അന്നത്തെ പോലെയുള്ള അതേ എക്സൈറ്റ്മെൻറ്റ്, അതേ അനുഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടോ? നമ്മളെ വിളിച്ചത് അനുഗ്രഹത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ദൈവം നമ്മളെ വിളിച്ചത് തികച്ചും അനുഗ്രഹത്തിലേക്കാണ് എന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അവസാന നിമിഷം വരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ
നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അനുഗ്രഹം അനുഗ്രഹമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയും നമുക്കുണ്ട്. കാരണം ഭൗതികമായിരിക്കുന്ന അനുഗ്രഹമാണ് നമുക്ക് പലപ്പോഴും അനുഗ്രഹമായിട്ട് തോന്നാറ്. ഇവിടെ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്നുള്ളതാണ്. ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് അനുഗ്രഹമാണോ ഈ പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഭൗതിക അനുഗ്രഹങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതാണ്. ആത്മീക അനുഗ്രഹങ്ങളോ നിത്യമായി നിലനിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇങ്ങനെ നമ്മുടെ നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നീതീകരണത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. അതിൽ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കാം. നീതീകരണത്തിൻ്റെ അനുഗ്രഹം. നമുക്ക് വേദഭാഗം എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാനിങ്ങനെ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നീതീകരണത്തിൻ്റെ അനുഗ്രഹമായിട്ട് പൗലോസ് പറയുന്നത് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നീതീകരണം, നീതി എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വിശ്വാസത്താലുള്ള നീതീകരണം എന്നത് റോമാലേഖനത്തിൻ്റെ പ്രമുഖമായിരിക്കുന്ന ആശയമാണ്. 1-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ഉദാഹരണമായി 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ കാണിച്ചു തന്നിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് പൗലോസ് വിശദീകരിക്കുകയാണ്. ഒരുപക്ഷെ അവർ ചോദിച്ചിട്ടുണ്ടാകാം, വിശ്വാസത്താൽ കൃപയാലുള്ള ഈ നീതീകരണം, ഒരു പ്രവൃത്തിയും കൂടാതെയുള്ള ഈ നീതീകരണം, അത് സേഫാണോ? അത് നിലനിൽക്കുന്നതാണോ? അത് എത്ര ഉറപ്പുണ്ട് എന്നൊരു ചോദ്യത്തിന് മറുപടി എന്ന നിലയിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമായിരിക്കാനായിട്ട് ഈ വേദഭാഗം നമുക്ക് ആ നിലയിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നാമതായിട്ട് പൗലോസ് വിശ്വാസം, കൃപയാലുള്ള ഈ നീതീകരണം, വിശ്വാസത്താലുള്ള ഈ നീതീകരണം ഏറ്റവും അനുഗ്രഹമുള്ളത് തന്നെയാണ്, അത് സുരക്ഷിതമാണ് എന്ന് പൗലോസ് പറയുക. അതിൻ്റെ അനുഗ്രഹമായിട്ട് ഒന്നാമത് പൗലോസ് പറയുകയാണ്, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റോമാലേഖനത്തിൻ്റെ പ്രമുഖമായിരിക്കുന്ന ആശയം വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ്. അപ്പോൾ നീതി എന്ന് പറയുമ്പോൾ, നീതി വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? റോമാലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു മനുഷ്യൻ അടുക്കുവാനും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാനും ദൈവത്തോട് സമാധാന ബന്ധത്തിലാകുവാനും അത് നിലനിർത്തുവാനും ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്ന യോഗ്യതയാണ് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നീതിമാനല്ലാത്ത ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ദൈവത്തോട് സമാധാന ബന്ധത്തിലാകാനായിട്ട് സാധിക്കുകയില്ല. അതിന് ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്ന യോഗ്യതയാണ് നീതി. അങ്ങനെയെങ്കിൽ ഈ യോഗ്യത ആർക്കെങ്കിലും ഈ ഭൂമിയിൽ അവകാശപ്പെടാനായിട്ട് പറ്റുമോ? ദൈവം പറഞ്ഞിരിക്കുന്ന നീതി, ദൈവത്തോടടുക്കുവാനും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാനും ദൈവം ആവശ്യപ്പെടുന്ന യോഗ്യത ഈ ഭൂമിയിൽ ഈ മനുഷ്യർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ യോഗ്യത അവകാശപ്പെടുവാനായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ ഈ കാര്യമാണ് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20 വരെ പൗലോസ് വിശദീകരിച്ചിരിക്കുന്ന ഈ കാര്യമാണ്. ഒരു മനുഷ്യനും നീതിമാനില്ല, ആരുമില്ല നീതിമാൻ. അത് നന്മ ചെയ്യുന്നവൻ പോലും ദൈവസന്നിധിയിലേക്ക്, ഈ ഭൂമിയിൽ നല്ലവനെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്നവന് പോലും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാനുമുള്ള യോഗ്യത ദൈവത്തിൻ്റെ നിലവാരത്തിലില്ല.
അത് യഹൂദനില്ല, അത് വിജാതീയനില്ല, ആണില്ല, പെണ്ണിനില്ല, ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യനുമില്ല. അതിനെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. മനുഷ്യൻ പാപം ചെയ്ത് നീതിമാനല്ലാത്തവനായി മാറിയതുകൊണ്ട് ദൈവത്തോട് അടുക്കുവാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയല്ല, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യരുടെ നേരെ വെളിപ്പെടുന്നു. മനുഷ്യനോട് ദൈവം കോപിച്ചിരിക്കുന്നു. സമാധാന ബന്ധമില്ല എന്ന് തന്നെയല്ല, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ മനുഷ്യനായിരിക്കുന്നു എന്നാണ് റോമാലേഖനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നല്ലവരാരുമില്ല, ഒരുത്തൻ പോലുമില്ല, നീതി ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റിക്കൊള്ളരുതാത്തവരായി തീർന്നു. അതുകൊണ്ട് പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ നേരെ, നീതിമാനല്ലാത്ത, നീതിയില്ലാത്ത മനുഷ്യൻ്റെ നേരെ സ്വർഗത്തിൽ നിന്ന് ദൈവം കോപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കോപത്തിന് കീഴിലായിരിക്കുന്നു. ദൈവവുമായിട്ട് മനുഷ്യന് സമാധാന ബന്ധമില്ല. ഈ കാര്യത്തെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യന് നീതി ആവശ്യമാണ്. സകല മനുഷ്യർക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ നീതി ആവശ്യമാണ് എന്നാണ് റോമാലേഖനം 1:18 മുതൽ 3:20 വരെ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടിയിരുന്ന മനുഷ്യനോട് ദൈവം കരുണ കാണിച്ചു. അത് 3:21 മുതൽ 26 വരെ നീതീകരണത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി കാൽവരിയിലെ കുരിശിൽ അവനെ നമുക്ക് പകരം യാഗമാക്കി തീർത്തുകൊണ്ട് ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയല്ലേ പറയുന്നത്: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമ്മെ തള്ളിക്കളയാനായിട്ട് മനസ്സില്ലാത്ത, ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവം ഒരു മനുഷ്യനെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ യോഗ്യതയില്ലാതിരുന്നപ്പോൾ ആ മനുഷ്യനോട് കരുണ കാണിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളെ അവൻ്റെ മേൽ ചുമത്തി പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന കുരിശുമരണം അവൻ്റെ മേൽ നൽകിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ടു. ഇതാണ് നീതീകരണം. ദൈവത്തോട് അടുക്കുവാൻ യോഗ്യതയില്ലാതെ, നീതിയില്ലാതിരുന്ന മനുഷ്യരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ മേൽ ദൈവം നീതി കണക്കിട്ട്, നീതി അവൻ്റെ മേൽ ചുമത്തി അവനെ നീതിമാനായി ദൈവം പ്രഖ്യാപിക്കുന്നു. ഇതാണ് നീതീകരണം. ഇങ്ങനെ നീതീകരിക്കപ്പെട്ട മനുഷ്യർ, എങ്ങനെയുള്ള മനുഷ്യർക്കാണ് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഇങ്ങനെ നീതീകരിക്കപ്പെട്ട, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്, അവന് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് കലഹിച്ചിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമായിരുന്നവർക്ക് ദൈവം സമീപസ്ഥനായിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഈ അധ്യായത്തിൽ 5:10 പറയുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നിരപ്പ് വന്നു. നമ്മളൊരു പക്ഷേ ദൈവത്തോട് ശത്രുവായിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയില്ല കേട്ടോ. നമ്മൾ അല്പം നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾക്ക് നല്ല രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ നമുക്ക് നല്ല മനുഷ്യരായിരുന്നില്ലേ? ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവം പറയുന്നത് ശത്രുക്കളായിരുന്നു ദൈവത്തിൻ്റെ എന്നാണ്. അങ്ങനെ ശത്രുക്കളായിരുന്ന നമ്മെ സ്നേഹിച്ച് നമ്മെ നീതീകരിച്ചു. ഈ നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം. മറ്റ് നമ്മുടെ യാതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല. നമ്മുടെ ഒരു സൽപ്രവൃത്തികളെയും അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്തുവാനായിട്ട്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഒരു തരത്തിലും കഴിയുകയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ഇത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? ദൈവം നമ്മുടെ
ശത്രുത മാറി ദൈവം നമ്മുടെ സ്നേഹിതനായിരിക്കുന്നു. പ്രപഞ്ചം സൃഷ്ടിച്ചവനായിരിക്കുന്ന മഹാദൈവം എന്ന് പറഞ്ഞാൽ അവൻ മഹാദൈവമല്ലോ, അവൻ്റെ മഹിമ അഗോചരമത്രേ. ഈ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്നു, ശത്രുത മാറ്റി ഈ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു, ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു എന്നത് എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ്. ഈ അനുഗ്രഹമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് സമാധാനം നൽകുന്നു എന്നുള്ളതല്ല, ദൈവവുമായിട്ടുള്ള ബന്ധം സമാധാന ബന്ധത്തിലായി എന്നുള്ളതാണ്. ദൈവം നമുക്ക് സമാധാനം നൽകുന്നു എന്നത് ദൈവത്തോടുള്ള സമാധാനം നമ്മൾക്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് നമുക്കുള്ള സമാധാനം. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മാത്രമല്ല, ഈ സമാധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനമുണ്ട്. ദൈവവിശ്വാസത്തിൽ നമുക്ക് സമാധാനമുണ്ടല്ലേ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല, ആരും നിങ്ങളിൽ നിന്ന് ഇത് എടുത്തു കളയുവാനായിട്ട് കഴിയുമില്ല. നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരാണ്. ഈ സമാധാനം അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ദൈവത്തോട് സമാധാന ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാം, മറ്റുള്ളവർ സമാധാനം അനുഭവിക്കുന്നില്ലേ? ലോകത്തുള്ള മനുഷ്യർ സമാധാനം അനുഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ലോകത്തുള്ള മനുഷ്യർ സമാധാനം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ഇതാണ്, ലോകത്തിലുള്ള മനുഷ്യർ സമാധാനം അനുഭവിക്കുന്നത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് നല്ല സാഹചര്യമുണ്ട്, അവർ ചിന്തിക്കുന്നത് പോലെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നു എങ്കിൽ അവർക്ക് സമാധാനമുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യത്തിന് അനുസരിച്ചല്ല ദൈവമക്കളുടെ സമാധാനം. സാഹചര്യങ്ങൾക്കതീതമായി ഏത് സാഹചര്യത്തിലും സമാധാനം അനുഭവിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് കഴിയും. അതിൻ്റെ കാരണം എന്നുള്ളത്, സർവശക്തനായിരിക്കുന്ന ദൈവം എൻ്റെ പിതാവായിരിക്കുന്നുവെങ്കിൽ എനിക്ക് ഏത് സാഹചര്യത്തിലാണ് എനിക്ക് സമാധാനക്കേടുണ്ടാകാനായിട്ട് സാധ്യത? എന്നെ കരുതുവാനായിട്ട്, എന്നെ താങ്ങുവാനായിട്ട്, എനിക്ക് പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സർവവും സൃഷ്ടിച്ച് സർവാധികാരിയായിരിക്കുന്ന ദൈവം എൻ്റെ സ്നേഹിതനായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആന്തരികമായിരിക്കുന്ന സാഹചര്യത്തിന് അതീതമായിരിക്കുന്ന സമാധാനത്തിൻ്റെ കാരണമെന്നുള്ളത്. മാത്രമല്ല, ഈ സമാധാന ബന്ധം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് ഇത് വ്യക്തിബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകാനുള്ള കാരണവും ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പരമുള്ള ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതും ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സമാധാനം, പൂർണ്ണമായിരിക്കുന്ന സമാധാനം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളെ ക്രിസ്തുയേശുവിങ്കൽ, നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ സമാധാനം എന്നുള്ളത് സാഹചര്യത്തിന് അതീതമായിരിക്കുന്ന സമാധാനമല്ലേ. നമ്മളുടെ വിചാരങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാനായിട്ട്, സ്തോത്രത്തോടുകൂടി പറയാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ തന്ന് അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു. എന്തുകൊണ്ടാണിത് നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്? അവനുമായിട്ട് നമുക്ക് സമാധാന ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെങ്ങനെയാണ് ലഭിച്ചത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട്, നമ്മൾ ദൈവമക്കളായി തീർന്നിട്ടാണ് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനമുണ്ടോ? സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലേ? പലപ്പോഴും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, സമാധാനം പൂർണ്ണമായി അനുഭവിക്കാനായിട്ട് നമ്മൾ കഴിയുന്നില്ലെങ്കിൽ, അതിനാണ് വീണ്ടും കർത്താവിൻ്റെ ക്രൂശിലേക്ക്, ഈ നീതീകരണത്തിൻ്റെ ഈ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മളെങ്ങനെ രക്ഷിച്ചിരിക്കുന്നു, ഈ നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, ഈ ബോധ്യവും ഉറപ്പും വീണ്ടും വീണ്ടും നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് സമാധാനമില്ലേ? വ്യക്തിബന്ധങ്ങൾ പ്രശ്നങ്ങളാണോ? അപ്പോഴാണ് ഓർക്കേണ്ടത്, നമ്മൾ ശത്രുവായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാക്കുവാനായിട്ട് നമ്മൾ നല്ലവരായിരുന്നപ്പോഴല്ല, ശത്രുവായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു.
ഈ ഒരു ഓർമ്മ, ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ഈ ഓർമ്മ നമ്മളെ വീണ്ടും സമാധാന ബന്ധത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലുമൊക്കെ സുവിശേഷം വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഇല്ല കേട്ടോ, ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമെന്നറിയാം. ഇങ്ങനെ പോയി കഴിയുമ്പോൾ വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, സമാധാനത്തിലാകുവാൻ നമ്മെ സഹായിക്കുന്നത് സുവിശേഷത്തിലേക്കുള്ള ആ സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്, ആഴത്തിലുള്ള ബോധ്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് സന്തോഷിക്കുവാൻ, നമുക്ക് സമാധാനം തന്ന ഈ ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണിത്. വിശ്വാസത്താൽ നീതീകരണത്തിൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമതായിട്ട്, ഇത് കഴിഞ്ഞ ഭൂതകാലത്ത് നടന്ന സംഭവമാണ്. സമാധാനം നമുക്കുണ്ടായി കഴിഞ്ഞു. ഇത് ഭൂതകാലത്ത്, ഇത് നീതീകരണമാണ്, കഴിഞ്ഞു. എന്നാൽ വർത്തമാനകാലത്തിനെക്കുറിച്ച് പറയുകയാണ് രണ്ടാമത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞുവല്ലോ, നീതീകരിക്കപ്പെടാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ കോപത്തിന്, ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവം കോപിച്ചിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആർക്കാ സാധിക്കുക? നമ്മളിൽ ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പറയട്ടെ, നമ്മളോട് നമ്മുടെ മുഖ്യമന്ത്രി കോപിച്ചിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ നിയമം നമ്മളോട് കോപിച്ചിരിക്കുക, നമുക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റുമോ? പറ്റുകയില്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കാരണം എന്നുള്ളത് ദൈവത്തോട് സമാധാനം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ്. നമ്മൾ നിയമത്തിൻ്റെയും അതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന കൃപ, നമ്മൾ ദൈവകൃപയിലാണ് നിൽക്കുന്നത്. നമ്മളോട് നിരന്തരം ക്ഷമിക്കുന്ന, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മളോട് ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവകൃപയുടെ കീഴിൽ നമ്മൾ നിൽക്കുന്നു. ആ കൃപയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്ക് നിൽക്കാനായിട്ട് സാധിക്കും? രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞാൽ ആർക്ക് നമുക്ക് സാധിക്കും? നിൽക്കുവാനായിട്ട് കഴിയും? ആർക്കും കഴിയുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്, വർത്തമാന കാലത്ത് നിൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപയിലാണ്. ആ കൃപയിലേക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നിയമത്തിൻ്റെയും നാം എന്ത് ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനത്തിലല്ല, നിസ്തുല്യമായിരിക്കുന്ന കൃപയുടെ കീഴിൽ നമ്മളായിരിക്കുന്നു. എത്ര അത്ഭുതകരമായി! നമുക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ ഇന്നത് ചെയ്ത് ഇന്ന നിലയിൽ ജീവിച്ച് ഇന്നതുപോലെ ചെയ്ത് ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. ഇങ്ങനെയല്ല, ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നത്. ഈ പ്രവേശനം എന്നുള്ള വാക്ക് രാജസന്നിധിയിലേക്ക് ഉള്ള പ്രവേശനം എന്നതുപോലെയുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എസ്തേർ രാജ്ഞി അഹശ്വേരോശ് രാജാവിൻ്റെ അടുത്തിലേക്ക് കടന്നു ചെന്ന ഉദാഹരണം നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്തേർ രാജ്ഞിക്ക് രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ രാജാവിൻ്റെ അനുവാദം വേണ്ടിയിരുന്നു. അനുവാദമില്ലാതെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ അവനെ കൊല്ലും. ഇതാണ് രാജാവിൻ്റെ നിർണയം. എന്നാൽ എസ്തേർ രാജ്ഞി ധൈര്യപ്പെട്ട് യഹൂദരുടെ രക്ഷയ്ക്കായിട്ട് ധൈര്യം കാണിച്ച് രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാവ് തൻ്റെ പൊൻചെങ്കോൽ രാജ്ഞിയുടെ നേരെ നീട്ടുവാൻ ഒരു കരുണ കാണിച്ചു. രാജ്ഞി ചെന്ന് ആ പൊൻചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ നേരെ കൈനീട്ടുന്നു. ഈ പ്രവേശനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിന് കൃപാസനം ഉണ്ട്. കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യനും കടന്നു ചെല്ലുവാനായിട്ട് കഴിയില്ല. കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കൃപാസനം.
കൃപാസനത്തിനും അതിപരിശുദ്ധ സ്ഥലം കൃപാസനം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു തിരശീല ഉണ്ടായിരുന്നു. തിരശീലയ്ക്ക് പിന്നിൽ വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും വേർതിരിച്ചുകൊണ്ട് മതിൽ. ഇങ്ങനെയാണ് ജെറുസലേം ദേവാലയം അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് യഹൂദന്മാർക്കോ പുരോഹിതന്മാർക്കോ കടന്നു ചെല്ലുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് ആണ്ടിലൊരിക്കൽ ആ യാഗരക്തവുമായി ഭയത്തോടെ ഈ തിരശീലയ്ക്കപ്പുറത്തേക്ക് കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ടിരുന്ന അതാണ് നമുക്ക് പഴയ നിയമത്തിലെ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് മാതൃകയായിട്ട് കാണുന്നത്. ആണ്ടിലൊരിക്കൽ ഭയത്തോടെ, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, കാലിൽ ഒരു ചങ്ങലയിട്ട് അതിനുശേഷമാണ് ഈ മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത്. കാരണം തൻ്റെ യാഗത്തിന് എന്തെങ്കിലും കുറവോ ഉണ്ടെങ്കിൽ കൃപാസനത്തിനടുത്ത് വെച്ച് ഇവൻ മരിച്ചു വീഴും. അപ്പോൾ മറ്റുള്ളവർക്ക് അവനെ അകത്ത് ചെന്ന് എടുക്കുവാനായിട്ട് കഴിയില്ല. ചങ്ങല പിടിച്ച് വലിച്ചവനെ പുറത്തേക്ക് എടുക്കണം. അത്ര ഭയത്തോടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കൃപാസനത്തിനടുത്തേക്ക് കടന്നു ചെന്നിരുന്ന സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും, ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ ചീന്തിപ്പോയി. ഇത് നമ്മളോട് കാണിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ അവൻ്റെ രക്തത്താൽ ജീവനുള്ള പുതുവഴി ദൈവസന്നിധിയിലേക്ക് അവൻ തുറന്നു. നമുക്ക് ധൈര്യത്തോടെ, ഭയത്തോടെ, വിറയലോടെ കൃപാസനത്തിനടുത്തേക്ക് മഹാപുരോഹിതൻ ചെന്നതുപോലെയല്ല, നമുക്ക് ധൈര്യത്തോടെ ഒരു പിതാവിൻ്റെ അടുത്തേക്ക് മക്കൾ ചെല്ലുന്നത് പോലെ കാലസമയ ഭേദമില്ലാതെ ഓടിച്ചെല്ലുവാനുള്ളതായിരിക്കുന്ന അവൻ്റെ കൃപയിലേക്ക്, അവൻ്റെ സന്നിധിയിലേക്ക് ഓടി അടുത്ത് ചെല്ലുവാൻ നമുക്ക് ദൈവം നമ്മളോട് അതിനുള്ളതായിരിക്കുന്ന കരുണ കാണിച്ചിരിക്കുന്നു. അവൻ്റെ കൃപയിലേക്കുള്ള പ്രവേശനം. ഇതാണ് നമുക്ക് ദൈവം മുമ്പാകെയുള്ള നമ്മുടെ നില. നമുക്ക് സന്തോഷിക്കാനുള്ള കാരണമില്ലേ? നീതീകരണത്തിൻ്റെ അനുഗ്രഹം ഇതാണ്. ഏത് സാഹചര്യത്തിലും ഓടി അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ ഓടി വരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, എബ്രായ ലേഖനം പറയുന്നത് പോലെ നിങ്ങളുടെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഓടി അടുത്ത് ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. അതിന് ഒന്നും അതിന് തടസ്സമല്ല. ആർക്കും അതിന് തടസ്സം ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം അവൻ്റെ രക്തത്താൽ നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. നമ്മുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, അവൻ മുഖാന്തരം, ഇവിടെ പറയുന്നുണ്ടല്ലോ, അവൻ മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. എത്രയോ ധൈര്യമാണ് ഇത് നമുക്ക് നൽകുന്നത്. ദൈവസന്നിധിയിലേക്ക് ഭയപ്പെടാതെ ഓടിയെടുത്ത് ചെല്ലുവാൻ നമുക്ക് അവസരമുണ്ട്. ഈ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മെ വീഴുമ്പോൾ താങ്ങുന്ന കൃപ, പാപം ക്ഷമിക്കുന്ന, ദൈവ ഇഷ്ടം ചെയ്യാൻ നമുക്ക് പ്രാപ്തി നൽകുന്ന കൃപ, ഈ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നീതീകരണത്തിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അവൻ്റെ കൃപയാൽ പ്രവേശനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നീതീകരണത്തിൻ്റെ മൂന്നാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത് നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലാണ്. പ്രശംസ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നാളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാവിയെക്കുറിച്ച് കണക്കുകൾ കൂട്ടാറുണ്ട്, പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. വീട് വയ്ക്കണം, കാർ മേടിക്കണം, നല്ല ബന്ധങ്ങളുണ്ടാകണം, ചിലപ്പോൾ നമ്മൾ 90 വയസ്സ് വരെ ഞങ്ങൾ ജീവിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ 100% നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാറുണ്ടോ? നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പ്രത്യാശ, നമുക്ക് അനേക പ്രത്യാശകളുണ്ട് അല്ലേ? നാളെക്കുറിച്ച് ഒരുപാട് പ്രത്യാശകളുണ്ട്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ 100% നമ്മുടെ പ്രത്യാശ അതിനൊരു ഉറപ്പുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരിക്കൽ
കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവിനെ പോലെ നമ്മെ തേജസ്സുള്ളവരാക്കി തീർക്കും. ഇത് 100% ഭാവിയിലുള്ള നമ്മുടെ ഉറപ്പാണ്. നമ്മുടെ പ്രത്യാശ 100% ദൈവം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനെപ്പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തും, സദൃശന്മാരാക്കും. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇത് നമുക്ക് 100% നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാൽ ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് കഴിയും. നമ്മൾ ഒരിക്കൽ ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ അന്ത്യത്തിൽ അവനെപ്പോലെ നമ്മെ തേജസ്സുള്ളവരാക്കി അവനെപ്പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തും. ഇതിലാണ് പൗലോസ് പറയുന്ന പ്രത്യാശ. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ തേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശം, അല്ലെങ്കിൽ മോശയുടെ മുഖം പോലെ നമ്മുടെ മുഖം തേജസ്സുള്ളതാക്കി തീർക്കുന്നു. ഇതല്ല, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ക്യാരക്ടറിനെ ശോഭയുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ വരവിങ്കലാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ വരവിങ്കലാണ് എങ്കിലും നമ്മുടെ ഈ വർത്തമാനകാല ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തെ ഈ നിലയിൽ തേജസ്സുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും തേജസ്സുള്ളതാക്കി തീർത്തുകൊണ്ട് അന്ത്യത്തിൽ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നു. ഇതാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേലെ ദൈവം യേശുക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ട് നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിച്ചു. ഈ നീതി നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവമാകുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് നിരന്തരം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം അവനെപ്പോലെ നമ്മെ ആക്കി തീർക്കുക. സ്വഭാവത്തിൽ കർത്താവിനെപ്പോലെ നമ്മെ അനുദിനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ അനുദിനം കർത്താവിനെപ്പോലെ രൂപാന്തരപ്പെടുത്തുന്ന വഴിയിൽ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ വിശുദ്ധീകരണത്തിൻ്റെ വഴിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നു. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ മുഖം കർത്താവിനെ പോലെ തേജസ്സുള്ളതായിട്ട് തീർന്നു എന്ന് നമ്മൾ ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതാണ് അത്ഭുതകരമായിരിക്കുന്ന പ്രത്യാശ. എന്നാൽ അന്ത്യത്തിങ്കൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ പാപമില്ലാതെ വിശുദ്ധനായ കർത്താവിനെ പോലെ തേജസ്സുള്ളവനായി നമ്മെ തീർക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ മരണത്തെ ഭയപ്പെടാതെ അപ്പോസ്തലന്മാർ കാര്യങ്ങൾ ചെയ്തെന്തുകൊണ്ടാണ്? കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അപ്പോസ്തലന്മാർ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഗുരു പോയി. ഇനി എന്താണ് പ്രത്യാശ? അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പത്രോസൊക്കെ മീൻ പിടിക്കാനായിട്ട് പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എത്ര അത്ഭുതകരമായിരിക്കുന്ന മാറ്റമാണ്. അതിൻ്റെ കാരണം എന്താ? കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ അപ്പോസ്തലന്മാർ ചിന്തിച്ച ഇതാണ്, ഒരു ദിവസം അവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. മരണഭയം കൂടാതെ മരിക്കുവാൻ തയ്യാറായി, സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായതിൻ്റെ കാരണം എന്നുള്ളത് ഈ മഹത്വകരമായിരിക്കുന്ന ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടും, ലോകത്തിൽ എന്തെങ്കിലും സാധിച്ചെടുക്കാം എന്നുള്ള കാര്യമല്ല. ഈ മഹത്വകരമായിരിക്കുന്ന പ്രത്യാശയാണ് ലോകത്തിൽ സുവിശേഷത്തിന് വേണ്ടി മനുഷ്യനെ മരിക്കുവാനായിട്ട് മനുഷ്യൻ താല്പര്യപ്പെടുന്നത്, അതിനുവേണ്ടി മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് ഈ മഹത്വകരമായിരിക്കുന്ന പ്രത്യാശ വഴിയാണ്. കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇതിലേക്ക് നമ്മളെ ദൈവം ഓരോ ദിവസവും വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പ്രതീക്ഷയല്ലേ? നമ്മൾ ഒരു ദിവസം കർത്താവിനെ പോലെ ആയിത്തീരും. കർത്താവിൻ്റെ തേജസ് നമുക്ക് പങ്കിടും.
കർത്താവിൻ്റെ തേജസ്സിൻ്റെ ഓഹരിക്കാരായിട്ട് തീരും. ഇതാണ് നീതീകരണത്തിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്തിലുള്ള മനുഷ്യർക്ക് മരണത്തെ ഭയപ്പെട്ട് നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നാമധേയ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് അറിയില്ല. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, പ്രത്യാശയില്ല. ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിലൂടെയൊക്കെ കൊണ്ടുപോയി കറക്കി അങ്ങനെ ചൂട് പിടിപ്പിച്ച് അവൻ്റെ പാപങ്ങളൊക്കെ പൊക്കി ഒരു പക്ഷേ ദൈവസന്നിധിയിൽ എത്തുവാനായിട്ട് കഴിയുമായിരിക്കും. ഇതാണ് മനുഷ്യർക്ക് പറയുവാനായിട്ടുള്ളത്. നീതീകരിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഒരു പ്രത്യാശ ഇല്ല. നമുക്കുള്ള പ്രത്യാശ എത്ര വലുതാണ്. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? കർത്താവിനെ പോലെ അന്ത്യത്തിങ്കൽ കർത്താവിനെ പോലെ തേജസ്സുള്ളവരാക്കി നമ്മളെ നിർത്തും. ഇത് നീതീകരണത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മാത്രമല്ല ദൈവസന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല, ദൈവകൃപയുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല നമ്മുടെ പ്രത്യാശ, ഭാവികാല പ്രത്യാശ നമുക്ക് വേറെ ആർക്കുമില്ലാത്തതുപോലെ നീതീകരിക്കപ്പെട്ട മനുഷ്യന് പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ നമ്മെ അനുദിനം ദൈവം നമ്മെ കർത്താവിനെ പോലെ നമ്മുടെ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ തേജസ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. അന്ത്യത്തിൽ കർത്താവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ തേജസ് നമുക്ക് പങ്കിട്ടുകൊണ്ട് അതേ പ്രതിമയായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കിട്ട് കഴിയുമ്പോൾ നമ്മുടെ വളരെ അല്ലേ, നമ്മൾ ഈ ആത്മീകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തോട് സമാധാനം, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദം, ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രത്യാശ. ലോകത്തിൽ എന്തുമില്ല എങ്കിലും ലോകം നമ്മളെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്നുള്ളത്. നമ്മളിങ്ങനെ പാടാറുണ്ടല്ലേ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. അതെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതമാണ്. ദൈവത്തോട് നമുക്ക് സമാധാന ബന്ധം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലായിരിക്കുന്നു, സാഹചര്യങ്ങൾക്ക് അതീതമായിരിക്കുന്ന സമാധാനം. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് സമാധാനം. മാത്രമല്ല കൃപയിൽ നിൽക്കുവാനുള്ളതായിരിക്കുന്ന, ടെൻഷൻ അടിക്കാതെ എന്ത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന് നോക്കാതെ സ്വാതന്ത്ര്യത്തോടെ ദൈവകൃപയിൽ നിൽക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദം, ദൈവകൃപയിലേക്കുള്ള പ്രവേശനം. മാത്രമല്ല ഭാവിയെ നോക്കി പ്രത്യാശയോടുകൂടി ഇരിക്കുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം. ഈ അനുഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ തേജസ് കർത്താവിനെ പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി കർത്താവിനെ പോലെ ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ അത് അനുഗ്രഹമാണ് എന്നുള്ളതാണ് നാലാമതായിട്ട് പൗലോസ് പറയുന്നത്. കഷ്ടതയിൽ സന്തോഷം, നാലാമത്തെ പോയിൻ്റായിട്ട്. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, ഇതൊരു വലിയ വാക്കാണല്ലേ. കഷ്ടങ്ങളിൽ പ്രശംസിക്കുക എന്ന് പറയുന്ന വാക്ക് സന്തോഷിക്കുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഷ്ടങ്ങളിലുള്ള സന്തോഷം ഇതാർക്കാ സാധിക്കുക?
കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാൻ. ഞാൻ പറയട്ടെ, ദൈവമക്കൾക്ക് കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും. നീതീകരിക്കപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യർക്കും കഷ്ടങ്ങളിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവമക്കൾക്ക് കഷ്ടങ്ങളിൽ സന്തോഷിക്കാനായിട്ട് കഴിയും. കഷ്ടത സങ്കടപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ് ദൈവമക്കൾക്കും. എന്നാൽ നിരാശപ്പെട്ടു പോകാനായിട്ട് കഷ്ടതകളിൽ ദൈവമക്കൾക്ക് സാധ്യതയില്ല. സങ്കടപ്പെട്ട് തകർന്നു പോകേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. കാരണം കഷ്ടത നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കർത്താവിൻ്റെ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മൾ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ വഴിയിൽ കഷ്ടത ഒരു അനുഗ്രഹമാണ്. ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നു. ക്രിസ്തീയ സ്വഭാവം നമ്മിൽ രൂപപ്പെടുത്തുന്നതാണ്. കർത്താവിനെ പോലെ ആകുവാൻ കഷ്ടത നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് കഷ്ടതയിൽ സന്തോഷിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് കഷ്ടതയാണ് കേട്ടോ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് ഇടയാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ്. ആദ്യം പറഞ്ഞതുപോലെ തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ കാലഭേദമന്യേ കൃപാസനത്തിനടുത്തോളം അടുത്ത് ചെല്ലേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ കഷ്ടത നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ് കഷ്ടതയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. കഷ്ടതയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു അനുഗ്രഹമാണ്. കഷ്ടത നമ്മളെ തകർത്ത് കളയാതെ ആ കഷ്ടതയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുവാനായിട്ട് കഴിയും എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ്. കഷ്ടത നമ്മെ ഭയപ്പെടുത്തുന്നതല്ലേ, നമ്മളെ തകർത്ത് കളയുന്നതാണ്. ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും, ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നു, ഫാനിൽ തൂങ്ങുന്നു. കഷ്ടത ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയിൽ സന്തോഷിക്കാനായിട്ട് കഴിയും. കാരണം കഷ്ടത നമ്മെ ഈ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ നമ്മെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് കഷ്ടത. ഇവിടെ 3 കാര്യങ്ങൾ ഇങ്ങനെ ചെയിനായിട്ട് പറയുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിഷ്ണുത സഹിക്കാനുള്ള കഴിവ്, സഹിച്ചു നിൽക്കുവാനുള്ളതായിരിക്കുന്ന കഷ്ടത വന്നു കഴിയുമ്പോൾ സഹിച്ചു നിൽക്കുവാനുള്ള കഴിവ്, ക്ഷമിക്കുവാനുള്ള കഴിവ്, ദൈവാശ്രയം നഷ്ടപ്പെടാതെ തള്ളിക്കളയാതെ ക്ഷമയോട് നിൽക്കുവാൻ, സഹിച്ചു നിൽക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നു. ഇങ്ങനെ നിൽക്കുന്നവരെ ലോകം ശ്രദ്ധിക്കുകയില്ലേ? കഷ്ടതയുടെ നടുവിൽ ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ നിൽക്കുന്ന മനുഷ്യനെ ലോകം ശ്രദ്ധിക്കും. കഷ്ടത നമുക്ക് സഹിച്ചു നിൽക്കുവാനുള്ളതായിരിക്കുന്ന, ക്ഷമിച്ചു നിൽക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് നൽകുന്നു. ഈ കഴിവ് നമുക്ക് സിദ്ധത ഉണ്ടാക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ്. സിദ്ധത എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ സ്വഭാവം. കഷ്ടതയിലൂടെ നമ്മെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തന്ന്, കഷ്ടതയിലൂടെ കടത്തിവിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തന്ന്, ആ ശക്തി കൊണ്ട് നമ്മൾ തെളിഞ്ഞ സ്വഭാവം നമ്മളിൽ രൂപപ്പെടുന്നു. കഷ്ടത നമ്മെ തെളിഞ്ഞ സ്വഭാവമുള്ളവരാക്കി തീർക്കുന്നു. ഈ തെളിഞ്ഞ സ്വഭാവം നമ്മളിൽ വർദ്ധിച്ചു വരുന്നതാണ് വിശുദ്ധീകരണം. കഷ്ടത നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ചില പ്രയാസങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ട് നമ്മളെ അതിന് രൂപപ്പെടുത്തി, അങ്ങനെ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ തെളിഞ്ഞ സ്വഭാവമുള്ളവരായി കർത്താവിൻ്റെ തേജസ് അങ്ങനെ വർദ്ധിച്ചു വന്ന് അങ്ങനെ മുൻപോട്ട് പോകുന്ന വിശുദ്ധീകരണത്തിൽ ഈ കഷ്ടത നമ്മെ സഹായിക്കുന്നു. ഇത് നമുക്ക് പ്രത്യാശ ഉണ്ടാക്കുന്നു. ഒരിക്കൽ കർത്താവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ആ പ്രക്രിയയിലേക്ക് കഷ്ടതയിലൂടെ നമ്മെ കടത്തിവിട്ടി നമ്മെ തെളിഞ്ഞ സ്വഭാവമുള്ളവരാക്കി തീർത്ത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർ 4:16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാനായിട്ട് ഇടയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നൊടി നേരത്തേക്കേ ഉള്ളൂ. നൊടി നേരം എന്ന് പറഞ്ഞാൽ കൈ ഞൊടിക്കുന്ന നേരത്തേക്കേ ഉള്ളൂ കഷ്ടത. അതെ, നിത്യതയുമായി താരതമ്യപ്പെടുത്തി പറയുകയാണ്. നിത്യതയിൽ കർത്താവിനെ പോലെ തേജസ്സുള്ളവരാക്കി തീർക്കുവാനായിട്ട് പോകുന്ന നിത്യത എന്ന് പറഞ്ഞാൽ കാലമില്ലാത്ത, 1000 അല്ല 10,000 അല്ല, കാലമില്ലാത്ത
അത്ര കാലം ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ തേജസ് പങ്കുവെച്ച് കർത്താവിനോടുകൂടെ വസിക്കാനുള്ള ഈ വഴിയിൽ ഈ ലോകത്തിലെ നൊടിനേരത്തേക്കുള്ളതായിരിക്കുന്ന ഈ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടത്തെക്കുറിച്ച് പറയുകയാണ്, ലഘുവായ കഷ്ടം. കർത്താവിൻ്റെ അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാനായിട്ട് നമുക്കിടവരും. അതുകൊണ്ടാണ് കഷ്ടതയിൽ സന്തോഷിക്കാം എന്ന് പൗലോസ് പറയുന്നത്. 1 പത്രോസ് 1:7 പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഒരു സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ സ്വർണത്തിൻ്റെ അയിര് തീയിലൂടെ കടത്തിവിട്ട് അങ്ങനെ ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം നീക്കി സ്വർണം പുറത്തു വരുന്നത് എത്ര പ്രകാശമുള്ളതായിട്ട്, എത്ര തെളിഞ്ഞതായിട്ടാണ്, തേജസ്സുള്ളതായിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമ്മുടെ അസൂയയും നമ്മുടെ പരാതികളും നമ്മുടെ കാഠിന്യവും ഒക്കെ ആ അഴുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുകി നല്ല പ്രൂവൻ ക്യാരക്ടർ, സിദ്ധത എന്ന് പറഞ്ഞാൽ പ്രൂവൻ ക്യാരക്ടറിന് തെളിഞ്ഞ സ്വഭാവം, ഇങ്ങനെ നമ്മളെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ദുഷ്ടതയും അസൂയയും കുശുമ്പും ഈ സ്നേഹമില്ലായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദൈവം ആഗ്രഹിക്കാത്ത ഈ അഴുക്കൊക്കെ ഉരുകി മാറി കഷ്ടതയിലൂടെ ദൈവാശ്രയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സിദ്ധതയുള്ളവരായി തെളിഞ്ഞ സ്വഭാവമുള്ളവരായി നമ്മൾ പുറത്തു വരുന്നു. ഇത്ര അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ് കഷ്ടത. കർത്താവിനെ പോലെ തെളിഞ്ഞവരാക്കി തീർക്കുന്നത് കഷ്ടതയിലൂടെയാണ് എങ്കിൽ നമുക്ക് കഷ്ടതയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഒരാളിങ്ങനെ വളരെ കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് അങ്ങനെ സങ്കടത്തിൽ അങ്ങനെ വഴിയിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ ഒരു വലിയ പള്ളിയുടെ കമാനം പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിതുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കേട്ടിട്ടുള്ളൊരു കഥയാണ് കേട്ടോ, ഉറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഈ കഥ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു പണിക്കാരൻ ഒരു കല്ലിങ്ങനെ അടിച്ച് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കുകയാണ്. ഇവനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിരാശപ്പെട്ട് കഷ്ടതയിൽ ഇങ്ങനെ അങ്ങനെ സങ്കടത്തിൽ നിരാശയിൽ പോകുമ്പോൾ ഈ കല്ല് അടിച്ച് ഇങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ പുള്ളി എല്ലായിടത്തും നോക്കി. അവനോട് ചോദിച്ചു, ഈ കല്ല് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഇല്ലല്ലോ, എന്തിനാണ് ഈ പ്രത്യേക രൂപത്തിൽ ഈ കല്ല് അടിച്ച് ചെത്തി രൂപപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ മുകളിലേക്ക് ചൂണ്ടിക്കാട്ടി അതിൻ്റെ അഗ്രത്തിൽ ഒരു ഗ്യാപ്പ് കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞു, ഇത് അവിടെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവിടെ ഫിറ്റാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് അടിച്ചിതിനെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അടിച്ച് രൂപപ്പെടുത്തുന്നത് ദൈവത്തിന്, കർത്താവിന് അവിടെ ഫിറ്റാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഷ്ടത നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ വഴിയിൽ കഷ്ടതയിലൂടെ കടത്തിവിട്ട് നമ്മെ അങ്ങനെ സ്വർണം ഉരുക്കി തെളിയിക്കുന്നത് പോലെ കഷ്ടത നമ്മെ തേജസ്സുള്ളവരായി, നല്ല സ്വഭാവമുള്ളവരായി, കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുന്നതായ കാര്യമാണ് കഷ്ടത. ഈ ചോളം കണ്ടിട്ടുണ്ടോ? ചോളം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പല്ലുപോകും. എന്നാൽ ചോളം ഭയങ്കരമായിരിക്കുന്ന ചൂടിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ അത് മലരായി നല്ല സൗരഭ്യമുള്ള, നമുക്ക് ഭക്ഷിക്കുവാനായിട്ട് കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന മലരായിട്ട് തീരുന്നു. ഇതൊരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ നമ്മളങ്ങനെ സൗരഭ്യമുള്ളവരായിട്ട് തീരുന്നു. ഇതാണ് കഷ്ടതയുടെ അനുഗ്രഹം എന്നുള്ളത്. രക്ഷിക്കപ്പെട്ടത് അനുഗ്രഹമല്ലേ? നീതീകരണം തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. നമ്മൾ ഭൗതിക അനുഗ്രഹത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് കാണാനും ഒക്കെ സാധിക്കും. എന്നാൽ ഈ ആദ്യം പറഞ്ഞതുപോലെ കാണുന്നത് താൽക്കാലികമാണ്, അത് നമ്മുടെ ഈ കാലത്ത് തീർന്നു പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ സമ്പന്നരാക്കിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ അനുഗ്രഹം. നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം.
അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരട്ടെ. കഷ്ടങ്ങളിൽ പ്രയാസങ്ങൾ വന്ന് ഈ ലോകത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ കഷ്ടതയില്ലാന്നാട്ടോ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് നിശ്ചയം, എന്നാലോ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടത നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്നു, നമ്മെ സൗരഭ്യമുള്ളതാക്കി കർത്താവിനെ പോലെ ഉള്ള സ്വഭാവം കർത്താവിനെ പോലെ ആക്കി തീർക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഷ്ടത അനുഗ്രഹം എന്ന് പറയാനുള്ളതായിരിക്കുന്ന കാരണം. നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. നീതീകരണത്തിൻ്റെ അനുഗ്രഹമായിട്ട് പൗലോസ് ഒന്നാമത് പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. കർത്താവായ യേശു ഇതിൻ്റെ പ്രധാന പോയിന്റ് തന്നെ, അവൻ മുഖാന്തരം ഇതിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ ഒക്കെ കാരണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. നമുക്ക് സമാധാനമുണ്ട്, ദൈവത്തോട് സമാധാനമുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് സമാധാനമുണ്ട്. മാത്രമല്ല നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ദൈവകൃപ, അതിലേക്കും അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതിനും കാരണം കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് കൃപയിലാണ്. മാത്രമല്ല ഭാവി കാലത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ, ദൈവത്തിൻ്റെ തേജസ്സിൽ ഉള്ള പ്രത്യാശ നമുക്കുണ്ട്. ഈ പ്രത്യാശയിലേക്ക് നയിക്കുന്ന നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കഷ്ടത, അതിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മോശയെ കുറിച്ച് ചിന്തിക്കാം. മോശയുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്തിലേക്ക് വിളിച്ചു. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ മോശയെ അവരെ വഴി നടത്തിയെങ്കിലും മോശയ്ക്ക് ഈ എക്സൈറ്റ്മെൻറ്റ്, ഈ ആവേശം, ഈ സന്തോഷം നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഈ ആവേശം ഉണ്ടായിരുന്നില്ല. നാം ആരുടെ വഴിയിലാണ്? മോശയുടെ വഴിയിലോ അതോ ഇസ്രായേൽ ജനത്തിൻ്റെ വഴിയിലോ? നമുക്ക് പരിശോധിക്കാം. എത്രയോ ആത്മീക അനുഗ്രഹങ്ങളാണ് നീതീകരണ മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്രയോ വലിയ അനുഗ്രഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ആവേശം കൊള്ളാൻ, അതിൽ നമുക്ക് സന്തോഷിക്കാൻ, അതിൽ ആശ്രയിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ.